സമയം ഇപ്പൊ ഏകദേശം 11 മണിയായപ്പോഴത്തേക്കും നമ്മൾ പൂനംകരയിലാണ് നിൽക്കുന്നത്. അത് കൊടും വെയിലായി, നമുക്ക് ഇനി സഹിക്കാൻ വയ്യാത്ത ചൂടായി. അപ്പൊ ആനയുടെ കാര്യം പറയണല്ലോ, അപ്പൊ നമ്മള് ഒരു തണല് വാക്കിന് വണ്ടി ഒതുക്കിയിട്ട് ആനനെ അഴിച്ച് ഒരു തണലത്തിട്ട് കെട്ടാൻ പോവുകയാണ്. അതിനുശേഷം ഒരു ഉച്ച കഴിഞ്ഞ് വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് താന്നിട്ട് മാത്രമേ ഇനി അങ്ങോട്ട് വണ്ടി എടുക്കുന്നുള്ളൂ. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന പൂനംകരയിലാണ്. അപ്പോൾ അത്യാവശ്യം നല്ലൊരു തണൽ നോക്കി തന്നെയാണ് വണ്ടി നിർത്തിയേക്കുന്നത്. ആനനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഇതിന്റെ ആഹാരം ഒരു ദിവസത്തെ രാവിലത്തെയും ഉച്ചക്കത്തെയും കൊടുക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തീറ്റ ഒരു 10-20 വനങ്കയൊന്നും ആനയ്ക്കൊന്നും ആവത്തില്ല. 25 വനങ്കൈ വേണം ഒരു ദിവസം? പനങ്കൈ വയറിയാതെ തന്നെ തിന്നും. വേറെ എന്തൊക്കെ വേസ്റ്റ് കളയത്തുമില്ല, മറ്റുള്ള ആനകൾ വലിച്ചേരി കളയുന്നുള്ള. ഓക്കെ, നമുക്കും റെസ്റ്റ് ആനയ്ക്കും റെസ്റ്റ്. ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞിട്ടാണ് അതൊക്കെ ഒന്നായിട്ട് ആണ് ഇനി യാത്ര തുടങ്ങുന്നത്. ഇനി ഒരുപാട് ദൂരമില്ല, ഒരു 45 കിലോമീറ്റർ അത്ര അടുത്തേ ഉള്ളൂ. ഏകദേശം 45 കിലോമീറ്റർ 50 കിലോമീറ്ററിനകത്ത് മാത്രമേ ഇനി ദൂരമുള്ളൂ. ഒരു 2 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമേ ഉള്ളൂ.